സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. സാരീസ് റീസ്റ്റോക്കിൽ വന്നാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ആ ഒരു മിഡിൽ പോർഷൻ വരുമ്പം ഒരു ഫിഗർ മോട്ടീവ്സിലും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അപ്പുറം ലോവറും വരുന്നത് ഒരു ബനാറസി സ്റ്റൈലുള്ള സെറിവോൺ പാറ്റേണിലാണ് വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ. ഇതായിരിക്കും ആ ഒരു ക്ലോസ് ഷോട്ട് വരിക സാരിയിൽ. ഒരു പപ്പായ ഓറഞ്ചിലാണ് ബോർഡർ വരുന്നത് സാരിക്ക്. അത് കഴിഞ്ഞ് ഈ ഒരു സെറിവോൺ പാറ്റേണിലായിരിക്കും ബോഡി വരുന്നത്. മിഡിൽ പോർഷൻ വരുമ്പോൾ ഒരു സെറിവോൺ പാറ്റേൺ വന്നിട്ട് അതിൽ ഫിഗർ മോട്ടീവ്സിലായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. വീണ്ടും അപ്പർ പോർഷൻ വരുമ്പോൾ സെയിം അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വരിക. ഫുൾ സാരി ഈ ഒരു ലുക്കിലായിരിക്കും വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരികയാണെങ്കിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും. പ്ലീറ്റ്സ് എല്ലാം നല്ല എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന പാറ്റേണിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. സെൻറ്ററിൽ ആ ഒരു ഫിഗർ മോട്ടീവ്സും അപ്പുറം ലോവറും ലൈൻസിലുമാണ് വരുന്നത് സാരി. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഇതേ ആ ഒരു വുവൺ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരിയും നല്ല കോമ്പിനേഷനാണ്. ബ്ലൂവും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ് സാരി വന്നിരിക്കുന്നത്. ബ്ലൂവിലായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഗ്രീനിലാണ് ഒരു സെറിവോൺ പാറ്റേൺസ് വരുന്നത്. സെന്റർ പോർഷൻ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ലാസ്റ്റ് ടൈം ഈ സാരി നമ്മൾ ചെയ്തപ്പം ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാരീസ് നമ്മൾ റീസ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഫുൾ ആ ഒരു സെറിവോൺ പാറ്റേണിൽ തന്നെ ആയിരിക്കും പല്ലു വരുന്നത്. ബ്ലൂവിലാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു പേർപ്പിൾ തന്നെ ഒരു റസ്റ്റിക് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. പേർപ്പിൾ ടോണിലായിരിക്കും അപ്പുറം ലോവറും വരുന്നത്. ഒരു റസ്റ്റിക് ടോണിലുള്ള ബോർഡർ. ഇതായിരിക്കും പാറ്റേൺ വരിക. എന്താണ് ബ്ലൗസ്. വീണ്ടും റസ്റ്റിക് ഓറഞ്ച് വിത്ത് ഗ്രേ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. അതേ ആ ഒരു സെറിവോൺ പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഒരു മിഡിൽ പോർഷൻ വരുമ്പം ആ ഒരു ഫിഗർ മോട്ടീവ്സിലും ഡിസ്ചാർജ് പ്രിന്റിലും ആയിരിക്കും സെന്റർ പോർഷൻ വരിക. അപ്പുറം ലോവറും ഇതേ സ്റ്റൈലിൽ തന്നെ വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ റസ്റ്റിക് ഓറഞ്ചും ഒരു ഡാർക്ക് മോ ടോണും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെ ഫ്ലോറൽ ഡിസൈൻസും ഫിഗർ മോട്ടീവ്സിലും ആയിരിക്കും സെന്റർ പോർഷൻ വരിക. മുന്താണി ബ്ലൗസ്. അടുത്ത സാരി റിവേഴ്സ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ വരുന്നത് ഡാർക്ക് മോ ടോൺ വന്നിട്ട് ബോർഡർ വരുമ്പോൾ റസ്റ്റിക് ടോണിലാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു സെൻട്രൽ ഏരിയ വരുന്നത്. ഫിഗർ മോട്ടീവ്സിലാണ് വരുന്നത്. ഒരു ഡിയർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും എല്ലാം വരുന്നുണ്ട് സാരിയിൽ. സെയിം സ്റ്റൈൽ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഗ്രീനും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ്. ബോർഡർ വരുമ്പം ബ്ലൂ വന്നിട്ട് ഗ്രീനിലായിരിക്കും ഈ ഒരു പാറ്റേൺ വരിക. മുന്താണി ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു പേർപ്പിൾ വിത്ത് ഒരു ഹണി ബ്രൗൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈൽ ബോർഡർ. മുന്താണി ബ്ലൗസ്. റസ്റ്റിക് ടോൺ വിത്ത് ഗ്രേ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. അത് സെറിവോൺ പാറ്റേണിൽ തന്നെ വന്നിട്ട് സെന്റർ പൊസിഷൻ വരുമ്പോൾ ഫിഗർ മോട്ടീവ്സിലായിരിക്കും. ഇതായിരിക്കും പാറ്റേൺ വരിക. മുന്താണി ബ്ലൗസ്. ഡാർക്ക് മൗ ടോണിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. ബാക്കി പാറ്റേൺ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. എല്ലാ സാരീസിനും ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സെറിവോൺ പാറ്റേൺ വരുന്നുണ്ട്. ആ ഒരു മിഡിൽ ഏരിയ വരുമ്പോൾ ഫിഗർ മോട്ടീവ്സിലും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് എല്ലാ സാരീസിനും ഫാബ്രിക്. മുന്താണി ബ്ലൗസ്. ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം ഡിസൈൻ, പല്ലു, ബ്ലൗസ്. റസ്റ്റിക് വിത്ത് മൗവ് ആണ് അടുത്ത സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ തന്നെ, ഇതേ പാറ്റേൺ. മുന്താണി ബ്ലൗസ്. വീണ്ടും ഗ്രേ വിത്ത് റസ്റ്റിക് ടോണിൽ തന്നെയാണ് അടുത്ത സാരി വന്നിരിക്കുന്നത്. സെയിം അതേ സ്റ്റൈൽ തന്നെ. മുന്താണി ഗ്രേയിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് പേർപ്പിൾ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ തന്നെ, ബോഡി കംപ്ലീറ്റ് അതേ പാറ്റേൺ. മുന്താണി ബ്ലൗസ്.